ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മാത്സ്ഡോ. ഇറ്റ്സ് മീ ഷാദിൽ വി പി. അപ്പോൾ നിങ്ങളുടെ മാത്സ്ഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ SLC ബാച്ച് സ്റ്റുഡൻസ് ആണ്. വെൽക്കം ടു ദി ന്യൂ അക്കാഡമിക് ഇയർ. സോ ഈ വർഷത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഇനി നടക്കപ്പോറത് യുദ്ധം. ഇക്കഴിഞ്ഞ 13 വർഷത്തോളമായിട്ട് നിങ്ങൾ ഉണ്ടോ, ഉറങ്ങിയോ, ഇരുന്നോ, കിടന്നോ, നിന്നോ ഒന്നും നോക്കാത്ത നിങ്ങളുടെ നാട്ടുകാരും നിങ്ങളുടെ ബന്ധുമിത്രാദികളും നിങ്ങളുടെ വഴിയെ പോകുന്ന വല്ല വഴിപോക്കൻ വരെ നിങ്ങൾ പഠിച്ചോ, ട്യൂഷനൊക്കെ പോകുന്നുണ്ടോ, ഫുൾ A+ ഉണ്ടോ, ഇനി ഒരേ പ്ലസ് എങ്ങാനും പോയി കഴിഞ്ഞാൽ ആ ഒരേ പ്ലസ് എന്ത് കാട്ടി എന്നുള്ള ചോദ്യങ്ങളൊക്കെ തുടങ്ങി പല പല ചോദ്യങ്ങളും ചോദിക്കുന്ന വർഷമാണ്. ഇവർക്കൊക്കെ മറുപടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തുടക്കം മുതൽ പഠിച്ച് മാർക്ക് വാങ്ങുന്നെ വേണം. അടുത്ത വർഷം മെയ് മാസത്തിലെ ആദ്യ ആഴ്ച, 2027 മെയ് മാസത്തിലെ ആദ്യ ആഴ്ചയിൽ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ തലയുയർത്തി ഇവരുടെയൊക്കെ മുന്നിൽ നിൽക്കണം. നിങ്ങൾക്ക് നേരിട്ട് പറയാൻ ധൈര്യമല്ലെങ്കിലും അവരോട് പറയാതെ പറയണം. കോളേജിൽ പോകാൻ മടിയായതുകൊണ്ട് LP സ്കൂളിൽ പഠനം നിർത്തിയ നാട്ടുകാരാ, സ്കൂളിന്റെ പടിവരാന്ത പോലും കാണാത്ത മാമാ, നിനക്കൊന്നും പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും പറ്റാത്തൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. SSLC ഫുൾ A+ എന്ന അച്ചീവ്മെന്റ് ഞാൻ നേടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവര് പറയും +1 സീറ്റ് റെഡിയായോ. ഇനി എങ്ങനെ +1 സീറ്റ് റെഡിയായി, +1 +2 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചോദിക്കും എത്ര ഫുൾ A+ ഉണ്ട്. അഗെയിൻ +1 +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ചോദ്യമാണ് ഡിഗ്രിക്കൊക്കെ കിട്ടിയോ. ഇനി ഡിഗ്രിയൊക്കെ കഴിഞ്ഞാൽ അവരുടെ അടുത്ത ചോദ്യമാണ് ജോലിയൊക്കെ ആയോ. ജോലിയൊക്കെ ആയി കഴിഞ്ഞാൽ അടുത്ത ചോദ്യമാണ് പെണ്ണൊക്കെ കിട്ടിയോ. പെണ്ണെ കിട്ടിയ അടുത്ത ചോദ്യമാണ് കുട്ടിയൊക്കെ ആയോ. ഇനി കുട്ടിയൊക്കെ ജനിച്ചാൽ അടുത്ത ചോദ്യമാണ് കുട്ടീനെ നല്ല സ്കൂളിൽ ചേർക്കണ്ടേ. ഇനി കുട്ടീനെ നല്ല സ്കൂളിൽ ചേർത്താൽ കുട്ടി എങ്ങനെ 10ാം ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അടുത്ത ചോദ്യമാണ് കുട്ടിക്ക് ഇക്കൊർഷം SLC ഫുൾ A+ ഉണ്ടാവൂലേ. അഥവാ അതൊരു ലൂപ്പാണ്. ഈ ലൂപ്പിൽ പെടാൻ പോവാണ് നിങ്ങൾ എന്തായാലും. സോ നമുക്ക് തുടങ്ങാം. അപ്പോ ഏതായാലും ആ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. എന്തോ ആയിക്കോട്ടെ, SLCയിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് A+ പോയ വിഷയമാണ് മാത്തമാറ്റിക്സ്. വെറും 10% കുട്ടികൾക്ക് മാത്രമാണ് കഴിഞ്ഞ വർഷം മാത്സിൽ A+ ഉള്ളത്. അപ്പൊ അത്രയും ടഫാണ് ചോദിച്ചാൽ അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ഉണ്ടായിരുന്നത്. പക്ഷേ കുട്ടികൾ ഓവറായിട്ട് ടെൻഷൻ അടിച്ചിട്ടും ശ്രദ്ധ കേടുകൊണ്ടും കുറെ അധികം മാർക്കുകൾ പോയിട്ടുണ്ട്. അപ്പൊ തുടക്കം മുതലേ ക്വസ്റ്റ്യൻസ് ചെയ്തന്നെ പോവന്നെ വേണം. ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടി പറയാം, ഡെയിലി ഒരു 5 ക്വസ്റ്റ്യൻസ് എല്ലാവരും മാത്സിൽ ചെയ്യാം. സോ അതാവുന്ന സമയത്ത് ഒരു ഒറ്റ മാസം കൊണ്ട് നിങ്ങൾ 100-150 ക്വസ്റ്റ്യൻസ് സ്വയം ചെയ്യുന്ന രീതിയിലേക്ക് എത്തും. ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്സിലൂടെ ഒരു ഫ്രീ വാട്സ് കമ്മ്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാട്ടാ. അതിന്റെ ലിങ്ക് ഞാൻ അടിയിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ലിങ്ക് കൊടുക്കാം. അങ്ങനെ ജസ്റ്റ് കയറി ഫുൾ ഫ്രീ ആണ്. എല്ലാ വിഷയത്തിനും ടീച്ചേഴ്സ് ഉണ്ട്. മാത്സിൽ മാത്സ് മാത്രമല്ല എല്ലാ വിഷയമുണ്ട്. സോ തുടങ്ങാം. വെൽക്കം ടു ദി ചാപ്റ്റർ 1 ഓഫ് SLC മാത്തമാറ്റിക്സ്. ചാപ്റ്റർ 1ന്റെ പേരാണ് സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസസ്. ഈ അരിത്മെറ്റിക് സീക്വൻസസ് എന്ന ചാപ്റ്റർ കഴിഞ്ഞ വർഷം സിലബസ് മാറുന്നതിന് മുന്നേ ഐ തിങ്ക് ഇറ്റ്സ് ഒറ്റ ചാപ്റ്റർ ആയിരുന്നു. ആ ചാപ്റ്ററിനെയാണ് ഇവരെന്താക്കിയിട്ടുള്ളത്, മുറിച്ച് 2 ആക്കിയിട്ടുള്ളത്. ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 3ഉം ആയിട്ട് അവർ മാറ്റി വെച്ചിട്ടുള്ളത്. ചാപ്റ്റർ 1 ടീച്ചേഴ്സിനോട് കൊടുത്ത ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് കൂടുതലായിട്ട് ഇക്വേഷൻ ബേസ്ഡ് ആയിട്ടല്ല കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് കുട്ടികളെ മനസ്സിലാക്കി അഥവാ ഓലെന്നെ ചെയ്യണം, ഐഡിയ കിട്ടിയിട്ട്. 3rd ചാപ്റ്ററിൽ അവർ ഫുൾ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ച് സെറ്റ് ആവും. ഇങ്ങനെയായിരിക്കും ഈ ചാപ്റ്ററിന്റെ ഒരു ഓറിയന്റേഷൻ വരും. അപ്പൊ ഇന്നത്തെ ചാപ്റ്റർ 1 എടുക്കുന്നത് ഓക്കെ ആണല്ലോ. സോ ബേസ് മുതൽ പോവാം. ആദ്യം സീക്വൻസസിനെ പരിചയപ്പെടുത്തി തരാം, ശ്രേണികൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് കണ്ടല്ലോ നിങ്ങള്, വെറുതെ ഒരു എക്സാമ്പിൾ ആണ്. ഇതിപ്പോ മൂന്ന് ഡോട്ട്സ് ഉണ്ട് അല്ലെ, എണ്ണിക്കട്ടോ 3 ആണുള്ളത് കേട്ടോ, 3. അയ്യോ കട്ടി കൂടിയല്ലോ. 3 ഡോട്ട്സ് ഉണ്ട് ഇതില്, ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ എത്ര ഡോട്ട്സ് ഉണ്ട്? 6 ഡോട്ട്സ് ഇല്ലേ. ഇവിടെയോ 10. അടുത്തിൽ എത്ര ഉണ്ടാവും? ഡോട്ട്സ് ഒന്നും ഇടാൻ നിൽക്കണ്ട, ജസ്റ്റ് ആലോചിച്ചാൽ മതി. ഇവിടെ 3, ഇവിടെ 6, ഇവിടെ 10. 3ൽ നിന്ന് 6ലേക്ക് എത്താൻ 3 കൂട്ടിയത്. ഇനി 6ൽ നിന്ന് അതേസമയം 10ലേക്ക് എത്താൻ 4 കൂട്ടി. ആദ്യം 3 കൂട്ടി, പിന്നെ 4 കൂട്ടി. ഇനി അടുത്ത് എത്ര കൂട്ടേണ്ടി വരും? 5 കൂട്ടേണ്ടി വരില്ല. അപ്പൊ ഇവിടെ എത്ര വരും? 15 വരും. സോ അഥവാ ഇവിടെ എത്ര ഡോട്ട്സ് ഉണ്ടാകും? 15 ഡോട്ട്സ് ഉണ്ടാവും. ഇനി അടുത്തതോ സിമ്പിൾ ആണ്. ഇവിടേക്ക് 3 കൂട്ടി, 4 കൂട്ടി, 5 കൂട്ടി, അടുത്തേക്ക് എത്താൻ 6 കൂട്ടും. സോ എന്ത് വരും? 21 ഡോട്ട്സ് ഉണ്ടാവും. അടുത്തത് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. സിമ്പിൾ അല്ലേ? ഇങ്ങനെ ജസ്റ്റ് നമ്പർ പാറ്റേൺസ് എഴുതുന്നതിനെയാണ് സീക്വൻസസ് അല്ലെങ്കിൽ ശ്രേണികൾ എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ വേറെ ഒന്നും കൂടി തരാം. അപ്പൊ ഇത് നോക്കൂ, ഇതിന്റെ പ്രത്യേകത എന്താന്നുള്ളത് നോക്കി നോക്കൂ. നോക്കട്ടോ,
ഒന്നിൽ നിന്ന് മൂന്നിലേക്ക് എത്താൻ 2 കൂട്ടിയിട്ടുണ്ട് അല്ലെ. 3ൽ നിന്ന് 7ലേക്ക് എത്താൻ അതേസമയം 4ആണ് കൂട്ടിയിട്ടുള്ളത്. 7ൽ നിന്ന് 15ലേക്ക് എത്താൻ 8 കൂട്ടിയിട്ടുണ്ട്. അടുത്ത എത്ര കൂട്ടുന്ന എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും ബന്ധം ഒന്ന് നോക്കി. ഇവിടെ 2 അല്ലേ കൂടി, 2ന്റെ ഡബിൾ അല്ലേ 4, 2ന്റെ ഇരട്ടിയാണ് 4, ഡബിള് 4 കൂടി. പിന്നെ അടുത്ത കൂടി നോക്കി, 4ന്റെ ഡബിളാ കൂടി 8, 4ന്റെ ഡബിളാ കൂടി 8. ഇനി അടുത്തത് 8ന്റെ ഡബിൾ കൂടണ്ട. 8ന്റെ ഡബിൾ ആരാ? എനിക്കറിയാവുന്ന 8ന്റെ ഡബിൾ 16. 16 കൂടിയാൽ ഇവിടെ വരുന്ന ആൻസർ 31. ഇനി അടുത്തത് ആരായിരിക്കും? 16ന്റെ ഡബിൾ 32 കൂടെ. 32 കൂടി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 63. ഓക്കെ ആണല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു സാധനത്തിന് ഡീൽ ചെയ്തതുണ്ടോ? ഇതാണ് സീക്വൻസ്, ശ്രേണികൾ. ഇതെന്തിനാ വെച്ചാൽ വെറുതെ പറഞ്ഞതാ, ഇതിന്റെ ഇൻട്രൊഡക്ഷൻ. ഇനി നമ്മൾ നേരെ പോണത് ഈ ക്വസ്റ്റ്യൻ ടഫാണോ ചോദിച്ചാൽ ആണ്. അല്ല സിമ്പിളാ നോക്കിയോ. പറഞ്ഞുതരാം. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് ഇത് നോക്കിട്ടാ. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. ഒരു ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് വെറുതെ സിമ്പിളാ. ഈ ഇതേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ എക്സാമിന് കാണാൻ പറ്റും. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ആയിട്ട് 1 കിട്ടണം. എന്താ റിമൈൻഡർ? അതാദ്യം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എന്താട്ടി 23നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ. എനിക്ക് ആവശ്യം ഉത്തരല്ല ഇതിൽ ആവശ്യം, എനിക്ക് റിമൈൻഡർ ആണ് ആവശ്യം. മലയാളത്തിൽ പറഞ്ഞാൽ ശിഷ്ടം എന്ന് പറയും. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കിയുള്ളത്. 23നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യാൻ പറ്റാതെ ചെറുത് എന്തെങ്കിലും ബാക്കി ഉണ്ടാവും. 3നേക്കാൾ ചെറിയൊരു നമ്പർ നോക്കി നോക്കുക. ഞാൻ സൈഡിൽ ഡിവൈഡ് ചെയ്തരാം കേട്ടോ. 23 ഡിവൈഡഡ് ബൈ 3. 23 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഹരിക്കാൻ 2ൽ 3 ഇല്ലല്ലോ. അപ്പൊ നമ്മൾ അടുത്തും കൂടി കൂട്ടി വായിക്കും. 23ൽ 3 ഉണ്ടാക്കും. 23ൽ 3 ഉണ്ട്. 23ൽ ഇങ്ങനെ ചൊല്ലി നോക്കി കഴിഞ്ഞാൽ 7 3 എത്ര? 21 വരെ വെട്ടിപ്പോവും. ബാക്കി എത്ര ഇതിലുള്ള 2ആണുള്ളത്. ഇവിടെ ഒന്നും ഇറക്കി എഴുതാനൊന്നുമില്ലല്ലോ, ഇല്ല. അതുകൊണ്ട് ഈ 2ആണ് ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റാതെ ബാക്കി വരുന്ന ആള്. ഇതിനെയാണ് നമ്മൾ ശിഷ്ടം അല്ലെങ്കിൽ എന്ത് വിളിക്കുക? റിമൈൻഡർ എന്ന് വിളിക്കുക. ഇതാണ് അതിന്റെ കോഷ്യന്റ്, ഹരണഫലം എന്നൊക്കെ പറയും. സോ നമുക്ക് ആവശ്യം ബാക്കിയാണ്. 23നെ 3 കൊണ്ട് തിരിച്ചാൽ 7 3 21 വരെ വെട്ടിപ്പോയി. ബാക്കി ഒരു 2 ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത്. അതാണ് ഇവിടുത്തെ റിമൈൻഡർ. ഇങ്ങനെയാണോ റിമൈൻഡർ അളക്കുക? എന്നാ അങ്ങനെയാണെങ്കിൽ ബേസിക് ആയിട്ട് എന്റെ ചോദ്യം എന്താണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടുന്ന ആൾക്കാർ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോ 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്തെങ്കിലും ബാക്കി ഉണ്ടോ? 0 അല്ലേ? 3ൽ എത്ര 3 ഉണ്ട്? 3ൽ ഒരു 3 കറക്റ്റ് വെട്ടേണ്ട പോകും. 3ൽ എത്ര 3? 3ൽ ഒരു 3 പോയി. ബാക്കി എന്തെങ്കിലും ഇവിടെ ബാക്കി ഉണ്ടോ? ഇല്ല. ഓക്കെ ആണല്ലോ. പക്ഷെ നമുക്ക് ബാക്കിയായിട്ട് എത്ര വരണം? റിമൈൻഡർ ശിഷ്ടമായിട്ട് 1 വരണം. 1 വരണമെങ്കിൽ റിമൈൻഡർ 0 1 1 കൂട്ടിയാൽ പോരെ. അപ്പൊ ഈ 3ക്ക് 1 കൂട്ടി എത്ര വരും? 4 ആയിരിക്കും ഫസ്റ്റത്തെ. അല്ല, ഇതിന്റെ മുന്നേ ഒരു നമ്പറും കൂടി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ 4 വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 4നെ 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി. റിമൈൻഡർ എത്ര? 4ൽ എത്ര 3 ഉണ്ട്? ഒരു 3 പോയി. ബാക്കി 1 ബാക്കിയില്ലേ? അതാണ് ഇവിടുത്തെ റിമൈൻഡർ ശിഷ്ടം. ഓക്കെ ആണല്ലോ. പക്ഷെ ഇതിന്റെ മുന്നേ ഒരു പോരാളിയുണ്ട്. ആരറിയാം? നിങ്ങൾക്ക് അറിയാത്തൊരു സാധനം. റിമൈൻഡർ 1 ഇട്ടുണ്ട്. 1 തന്നെയാണ് ഫസ്റ്റത്തെ ആള്. കാരണം എന്താ? നിങ്ങൾക്ക് ബാക്കി എത്ര വരണ്ട്? റിമൈൻഡർ എത്ര വരണ്ട്? ശിഷ്ടം എത്ര വരണ്ട്? 1 വരണ്ടേ. ആരെക്കൊണ്ടാ ഡിവൈഡ് ചെയ്യേണ്ടത്? ആരെക്കൊണ്ടാ ഹരിക്കേണ്ടത്? 3 കൊണ്ടായിരിക്കണം. അപ്പോ ഫസ്റ്റത്തെ ആൾ 1 തന്നെയാണ്. കാരണം എന്താ? 1നെ 3 കൊണ്ട് ഹരിച്ചു നോക്കി. 1ൽ 3 ഉണ്ടോ? കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്ത കുലുങ്ങുല അറിഞ്ഞെടുക്കണോ? 1ൽ 3 ഇല്ല. പിന്നെ 1നെ തൊടാൻ പറ്റൂലല്ലോ. സോ 1 എന്താണ് അവിടെ? ഉത്തരല്ല, റിമൈൻഡർ. ബാക്കിയുള്ളത് ശിഷ്ടം. നിങ്ങൾ കടിയിൽ ഉറുപ്പിയും കൊണ്ടുപോയി. നിങ്ങൾക്ക് വേണ്ടത് 3 റുപ്യന്റെ മുട്ടായിയാ. കടക്കാരൻ നിങ്ങൾക്ക് മുട്ടായി തരുമോ? മണ്ടൊക്കെ കുത്ത് തരും, മുട്ടായി തരില്ല. അപ്പൊ അത് ബാക്കിയാ. ആണോ? അല്ലേ? സോ 1. ഇനി അടുത്ത് കിട്ടണമെങ്കിൽ ട്രിക്ക് എന്താ അറിയോ? നിങ്ങൾ 3 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യണേ. ഇനി 3 കൂട്ടി അങ്ങനെ പോയാൽ മതി. 1ക്ക് 3 കൂട്ടി എത്ര വരിക? 4. ഓക്കെ ആണല്ലോ. 1ക്ക് 3 കൂട്ടിയ 4 അല്ലേ? 4. 4ൽ എത്ര 3 ഉണ്ട്? ഒരു 3 ഒരു 3നെ ഞാനുണ്ടോ വെട്ടി. ബാക്കി ഒരു 1 ഉണ്ടോ? നിങ്ങൾ 4 റുപ്യ കൊണ്ട് പേടിയിൽ പോയി. 3 റുപ്യന്റെ എത്ര മുട്ടായി വാങ്ങാൻ? ഒരു മുട്ടായി വാങ്ങാൻ പറ്റുള്ളൂ. 3 റുപ്യ വെച്ച് ഒരു മുട്ടായി വാങ്ങാം. ബാക്കി 1 റുപ്യ ബാക്കി തരല്ലേ? അതാണ് റിമൈൻഡർ ശിഷ്ടം. 4. ഇനി അടുത്തത് ആരായിരിക്കും? 4ക്ക് 3 കൂട്ടിയാൽ മതി 7. 7 റുപ്യ കൊണ്ട് നിങ്ങൾ പീടിയിൽ പോയി. 3 റുപ്യന്റെ എത്ര മുട്ടായി വാങ്ങാം? 2 മുട്ടായി വാങ്ങിക്കൂടെ? 2 3 6 റുപ്യക്ക് മുട്ടായി വാങ്ങി. 3 6 റുപ്യക്ക് മുട്ടായി വാങ്ങി.
6 പോയി, ബാക്കി 500 അല്ലേ, അത് റിമൈൻഡർ ആണ്, ശിഷ്ടാണ്, ഇത് അങ്ങനെ പോകും. സിമ്പിൾ അല്ലേ? എന്നാ അങ്ങനെയാണെങ്കിൽ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 കിട്ടുന്ന ആൾക്കാരെ നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്തു തരണം. എന്നിട്ട് ഈ ഹോംവർക്ക് ശരിയാണോ നോക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യാൻ മതി, ഇഞ്ച നമ്പർ എന്താണെങ്കിൽ തരാം. ഇഞ്ച അല്ല, ഇത് മാത്സ്ഡോന്റെ ഒഫീഷ്യൽ നമ്പർ ആണ്. ഈ നമ്പറിലേക്ക് ജസ്റ്റ് മാത്സ്ഡ് SLC സ്റ്റുഡന്റ് ആണ്, ഈ ഹോംവർക്ക് സാർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊന്ന് ഇതാക്കി തന്നെ ഞാൻ കൺഫേം ചെയ്ത് തരാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള മെറിറ്റ് ആയിട്ട് ഒരു ഫ്രീ ഡൗട്ട് ക്ലിയറൻസ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടുതരാം. അതിലെന്താ അറിയോ, നിങ്ങൾക്ക് ഈ വർഷം SLCക്ക് വേണ്ട 10 വിഷയത്തിന്റെയും ടീച്ചേഴ്സ് ഉണ്ടായില്ലേ. നിങ്ങൾക്ക് ഏത് സമയമാണെങ്കിലും ഡൗട്ട് ചോദിക്കാം, ഏത് സമയമാണെങ്കിലും ഞാനുണ്ടായില്ലേ. നമുക്ക് എല്ലാവർക്കും ഒപ്പം പഠിച്ചു പോവാം. ഏത് ഡൗട്ട് ആണെങ്കിലും ചോദിച്ചുകൊണ്ട് ക്ലിയർ ചെയ്ത് തരാൻ അവിടെ പെർഫെക്റ്റ് ടീച്ചേഴ്സ് ഉണ്ട്. ₹1 പോലും നിങ്ങൾ വാങ്ങാതെ നിങ്ങളെ സൗജന്യമായിട്ട് പഠിപ്പിക്കാൻ പോവാണ്. ഓക്കെ ആണല്ലോ? ഇനി കമന്റ് ബോക്സിൽ ഇടാട്ടോ. പക്ഷെ നിങ്ങൾ ഹോംവർക്ക് ചെയ്തിന്റെ ആ ഫോട്ടോ കിട്ടണമെങ്കിൽ അൽഹംദുലില്ലാ റാഹത്ത്. സുധൻ നീ കേട്ടോ, അരിത്മെറ്റിക് സീക്വൻസസിലേക്ക് പോവാം. ഇതാണ് ഇതിന്റെ മെയിൻ പോർഷൻ. എന്താണ് അരിത്മെറ്റിക് സീക്വൻസസ്? നമുക്ക് ഡീൽ ചെയ്യാം അരിത്മെറ്റിക് സീക്വൻസിനെ. ഓക്കെ ആണല്ലോ? അപ്പൊ ഫോർ എക്സാമ്പിൾ കണ്ടോ, ശ്രദ്ധിച്ചോ, ഒരു എക്സാമ്പിൾ ആയിട്ട് തരാം. ഇപ്പോ ബിസ്മില്ലാ തുടങ്ങണ്ട. 5, ഓക്കെ, 8, ഓക്കെ ആണല്ലോ? 8 വേണ്ട, 9, 13, 17, പിന്നൊരു സുഖല്ലട്ടാ, 21, ഇങ്ങനെ പോകും. ഓക്കെ, 5 നിന്ന് 9 എത്താൻ എത്ര കൂട്ടിയിട്ടുണ്ട്? 4 അല്ലേ കൂട്ടിയിട്ടുള്ളത്? ഇനി 9 നിന്ന് 13 എത്താനും 4 അല്ലേ കൂട്ടിയിട്ടുള്ളത്? 13 നിന്ന് 17 എത്താനും 4 അല്ലേ കൂട്ടിയിട്ടേ? 17 നിന്ന് 21 എത്താനും 4 അല്ലേ കൂട്ടിക്കണേ? അടുത്തത് എത്ര വരിക? 4 കൂട്ടിയാൽ 25 വരും അല്ലെ? അങ്ങനെ 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 പോവും. ഇങ്ങനെ വരുന്ന സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് അരിത്മെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണി. മറ്റേത് പഠിച്ചതൊക്കെ ശ്രേണികളായിരുന്നു. ഇവിടെ കുറച്ച് മുന്നേ ഞാൻ സമാന്തര ശ്രേണി പഠിച്ചു. ഞാൻ ഇവിടെയൊക്കെ 3 അല്ലേ കൂട്ടണേ? അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സൂചിപ്പിച്ച് തരാഞ്ഞതാണ്, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാൻ എഴുതിയിട്ട്. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കോ, ഒരു സംഖ്യയിൽ തുടങ്ങി. എന്താണ് അരിത്മെറ്റിക് സമാന്തര ശ്രേണിന്റെ മലയാളം ഡെഫിനിഷൻ കേട്ടോളൂ. ഒരു സംഖ്യയിൽ തുടങ്ങി, ഇതാണ് 5 തുടങ്ങി. ഒരേ സംഖ്യ തന്നെ കൂട്ടിക്കൂട്ടി പോവാ. അപ്പൊ 4 കൂട്ടിക്കൂട്ടി പോവാ. ഈ കൂട്ടിക്കൂട്ടി പോണ സംഖ്യനെ വിളിക്കുന്ന പേരാണ് പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. ഓക്കെ ആണല്ലോ? ഒരു സംഖ്യയിൽ തുടങ്ങി ഒരേ സംഖ്യ കൂട്ടിക്കൂട്ടി പോവാ. ഇംഗ്ലീഷ് ആണെങ്കിൽ ദ സീക്വൻസ് എന്നാൽ കുറച്ച് നമ്പേഴ്സിന്റെ സീക്വൻസ് സ്റ്റാർട്ടിങ് വിത്ത് നമ്പർ, ഒരു നമ്പറിൽ തുടങ്ങി, ആൻഡ് പ്രൊസീഡിങ് ബൈ ആഡിങ്, മുന്നോട്ട് പോകുന്നു. 1 നമ്പർ അഗെയിൻ ആൻഡ് അഗെയിൻ, ഒരേ നമ്പർ വീണ്ടും വീണ്ടും കൂട്ടിയിട്ട് അഗെയിൻ ആൻഡ് അഗെയിൻ കൂട്ടിയിട്ട് പോകുന്നു. ഇവിടെ കൂട്ടുന്ന നമ്പറൊക്കെ 4 അല്ലേ? ആണോ അല്ലേ? ആ കൂടി പോണ നമ്പറിനെ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. എന്താ വിളിക്കുക? കോമൺ ഡിഫറൻസ്. ഇംഗ്ലീഷിൽ, മലയാളത്തിൽ പറഞ്ഞാൽ പൊതുവ്യത്യാസം. ഇത് വെറും വ്യത്യാസമല്ല, പൊതുവ്യത്യാസം. എന്താ പൊതുമുതൽ എന്ന് പറഞ്ഞാല്? ഇപ്പോ ബസ് പൊതുമുതലാ, അത് മറ്റേ സ്വകാര്യ വാഹനമല്ല, പൊതുവാഹനം. ആണോ അല്ലേ? പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. അതെന്താ? എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സാധന. അപ്പൊ ഇതും അതേപോലെ തന്നെയാണ്. പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പൊതുവായിട്ടുള്ളത്. ഇവിടെ 4 ഇവിടെ 4 ഇവിടെ 4 ഇവിടെ 4 ഇവിടെ 4. ഇതാണ് കോമൺ ഡിഫറൻസ്. ഓക്കെ ആണല്ലോ? സിമ്പിൾ അല്ലേടാ? കോമൺ ഡിഫറൻസിനെ നമ്മൾ ഡി എന്നാണ് വിളിക്കുക. ഓക്കെ ആണല്ലോ? ഇനി കേട്ടോ നോക്കിക്കോ, ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഫസ്റ്റത്തെ ടേമില്ലേ, ഇവിടെ 5 അല്ലേ? ആ ഫസ്റ്റത്തെ ടേമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? X1, ഫസ്റ്റ് ടേം, ഒന്നാം പദം. ഇനി രണ്ടാമത്തെ ടേമില്ലേ, ഇവിടെ 9 അല്ലേ? അതിനെയാണ് സെക്കൻഡ് ടേം, X2 എന്ന് വിളിക്കുക, രണ്ടാം പദം. ഇനി 13, മൂന്നാം പദം, X3. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഒരു പദം ഉണ്ടാവില്ല. ലാസ്റ്റ് ഒരു പദം ഉണ്ടാവില്ല. ചില സീക്വൻസിലൊക്കെ നിർത്താൻ പറയും, ഒരു പോയിന്റിൽ നിർത്താൻ പറയും. അല്ലെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും, കൂടിക്കിടങ്കിൽ അങ്ങനെ പോകും. ഞങ്ങാനും ലാസ്റ്റ് ടേം ഉണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ടേം ആയിട്ട് പരിഗണിക്കുക X-നെയാണ്. ഓക്കെ ആണല്ലോ? ചില സന്ദർഭങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ 100ന്റെ താഴത്തൊക്കെ മതി അറിയുമ്പോൾ അവിടെ നിർത്തേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് ടൈം ഉണ്ടാവും. അല്ലെങ്കിലും ലാസ്റ്റ് ടൈം ആയിട്ട് പരിഗണിക്കുക X-നെയാണ്. അല്ലെങ്കിൽ എത്രാമത്തെങ്കിലും ഒരു ടൈം ആയിട്ട്, എന്നിലോട് എന്തിട്ടെടുത്താലും എത്രാമത്തെ ടൈം കിട്ടും, എന്തോ ആയിക്കോട്ടെ, നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? ഈ കൂടി പോണ സംഖ്യനെ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. ഡി, പൊതുവ്യത്യാസം. ഫസ്റ്റത്തെ ടേമിനെയാണ് X1 എന്ന് വിളിക്കുക. X1 എന്നല്ലാതൊരു പേരും കൂടി വിളിക്കും. ആദ്യപദാണല്ലോ ഇത്. ഇത് ആദ്യപദം. ഫസ്റ്റ് ടേം പോയോ? ഫസ്റ്റ് ടേം അല്ലെ? ഇത് 5. ഇതിനെയാണ് നമ്മൾ X1 എന്ന് വിളിക്കാറുള്ളത് അല്ലെ?
x1 തന്നെ നമ്മൾ എഫ് എന്നും വിളിക്കും. x1 തന്നെ നമ്മൾ എന്ത് വിളിക്കും? എഫ്. ഇപ്പൊ നിങ്ങളെ സ്കൂളിൽ വിളിക്കണ പേരും പെരിയിൽ വിളിക്കുന്ന പേരും രണ്ടും വെവ്വേറെ ആയിരിക്കാം. രണ്ടും നിങ്ങൾ തന്നെയല്ലേ. സോ അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ x1 ഫസ്റ്റ് ടൈം നമ്മൾ എഫ് എന്ന് വിളിക്കും. എഫ് ഫോർ ഫസ്റ്റ്. മലയാളത്തിൽ ആദ്യ പദം, ആദ്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, ഫസ്റ്റ് ആണ് എഫ് ആണോ അല്ലേ? അപ്പൊ x1 എന്ന് പറഞ്ഞാലും എഫ് എന്ന് പറഞ്ഞാലും സെയിം ആണ് കേട്ടാ. ഇത്രയും കാര്യങ്ങൾ അറിയുന്ന ഒരു കുട്ടിക്ക് വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങോട്ട് നോക്കി കേട്ടാ, ശ്രദ്ധിക്കണേ. ഫസ്റ്റ് ഡാം x1 അല്ലേ? ഇനി ശ്രദ്ധിച്ചോ, ഇനിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഡാമിൽ നിന്ന് സെക്കൻഡ് ഡാമിലേക്ക് എത്താൻ നമ്മളൊരു ഫസ്റ്റ് ഡാമിൽ നിന്ന് സെക്കൻഡ് ഡാമിലേക്ക് എത്താൻ നമ്മളൊരു ചാട്ടം ചാടണം ആണോ അല്ലേ? ഒരു സംഖ്യ കൂട്ടണം. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഇപ്പൊ വേറെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ വരാം. 4. ഓക്കെ, 4 തുടങ്ങി. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ഡാം കേട്ടോ. അതിന്റെ ഒപ്പം തന്നെ പോവാണേ. രണ്ടാമത്തെ ഡാമാണ് 7. 4-ന്ന് 7 നമ്മൾ എത്ര കൂട്ടി? 4-ന്ന് 7 നമ്മൾ എത്ര കൂട്ടി? 3 അല്ലേ കൂട്ടി? ആ 3-നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡി എന്ന് വിളിക്കുന്നത്. പൊതു വ്യത്യാസം, കോമൺ ഡിഫറൻസ്. ആ 3-ആണ് ഇനി സീക്വൻസിൽ എല്ലാ ടേമിലും ചാടുമ്പോ കൂട്ടേണ്ടത്. അപ്പൊ മനസ്സിലാക്കുക, ഒരു ടേമിന്ന് അടുത്ത ടേമുക്കുള്ള ഒരു ചാട്ടല്ലേ, ആ കൂട്ടങ്ങോട്ട് എത്തേണ്ട ഒരു സാധനം, അതിനെ വിളിക്കുന്ന പേരാണ് ഡി. ഒരു ജമ്പാണ് പഠിച്ചത്, ഒരു ചാട്ടം ഡി. ഡി ച ഡി, ഡി ച ഡി, ഡി ച ഡി, അഥവാ ഒരു ചാട്ടം ഡി. മുന്നിക്കാണെങ്കിൽ ഡി കൂട്ടുക, ബാക്കിക്കാണെങ്കിൽ ഡി കുറക്കുക. ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്തത് നോക്കിക്കോ. ഇപ്പൊ 4, 7 കഴിഞ്ഞു. അടുത്ത ആളാരായിരിക്കും? 4, 7, അടുത്ത 10 ആയിരിക്കും അല്ലെ? ഇവിടെ 3 കൂടി. വീണ്ടും ഇവിടെ എത്ര കൂടുക? വീണ്ടും ഇവിടെ എത്ര കൂടുക? 3 അല്ലേ കൂടുക? അപ്പൊ ഇവിടെ എത്ര വീണ്ടും കൂടുക? ഡി അല്ലേ കൂടുക? സോ ഒരു ഡാമിന്ന് അടുത്ത ഡാമൊക്കെ എത്തണമെങ്കിൽ ഒരേ സംഖ്യയാണ് കൂട്ടിക്കൂട്ടി പോവാ. ആ കൂട്ടിക്കൂട്ടി പോണ സംഖ്യനെ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇനി അടുത്തേക്ക് എത്തണമെങ്കിലും ഡി കൂടും, അടുത്തേക്ക് എത്തണമെങ്കിലും ഡി കൂടും. അങ്ങനെ ഡി കൂടി പോവാണോ അല്ലേ? ഇന്ന് അങ്ങനെയാണെങ്കിൽ ഇഞ്ചൊരു ചോദ്യം ഓക്കെയാണല്ലേ. ചില ആൾക്കാർക്ക് മലപ്പുറം ഭാഷ തേക്കുണ്ടാവില്ല, പക്ഷെ പറഞ്ഞ കാര്യമില്ല, ഇടക്ക് വന്നു പോണാണ്. അപ്പോ സോറി ഫോർ ദാറ്റ്. ഇനി ഇങ്ങോട്ട് നോക്കിക്കോ. ഞാൻ ഫസ്റ്റ് ഡാമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ ആണല്ലോ. എനിക്ക് തേർഡ് ഡാമിലേക്ക് എത്തണം. എത്രയൊക്കെ എത്തണം? തേർഡ് ഡാമിലേക്ക് എത്തണം. ബേസിക്കലി ബുദ്ധിയിലൊരാക്കി ചിന്തിച്ചൂടെടാ, ഫസ്റ്റ് ഡാമിൽ നിന്ന് തേർഡ് ഡാമിലേക്ക് എത്തണം. ഒന്നാമത്തെ പൊസിഷനിൽ നിൽക്കണം ഞാൻ. ഇനി എത്രാമത്തെ പൊസിഷനിലേക്ക് എത്തണം? 2-ക്കല്ല 3-ക്ക് എത്തണം. അപ്പൊ ഞാൻ എത്ര ചാട്ടം ചാടണം എന്ന് ആലോചിച്ച് നോക്കി. ഫസ്റ്റ് ഡാമിൽ നിന്ന് സെക്കൻഡ് ഡാമിക്ക് ഞാൻ ആദ്യം ഒരു ചാട്ടം ചാടണം. ഫസ്റ്റ് ഡാമിൽ നിന്ന് സെക്കൻഡ് ഡാമിക്ക് ഞാൻ ആദ്യം ഒരു ചാട്ടം ചാടണം. സെക്കൻഡ് ഡാമിൽ നിന്ന് തേർഡ് ഡാമിക്ക് ഞാൻ വീണ്ടും ഒരു ചാട്ടം ചാടണം. ഈ 2 ചാട്ടം കൂടി കൂട്ടി ഞാൻ ഒരൊറ്റടിക്ക് ചാടുകയാണ്. അപ്പൊ ഇവിടെ എത്ര ഡി കൂട്ടേണ്ടി വരും? 2 ഡി കൂട്ടേണ്ടി വരും. ആണോ അല്ലേ? ആണോ അല്ലേ? ഇന്ന് അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എട്ടരുതട്ടാ. ഫസ്റ്റ് ഡാമിൽ നിന്ന് എനിക്ക് എത്തേണ്ടത് ഫിഫ്ത്ത് ഡാമിലേക്കാണ്. പറയാൻ പറ്റും എത്ര ഡി കൂട്ടേണ്ടി വരും എന്നുള്ളത്. ഞാൻ നോക്കിക്കോ. ഫസ്റ്റ് ഒരു ചാട്ടം, വീണ്ടും ഒരു ചാട്ടം, ഓരോ ചാട്ടം ഓരോ ഡി ആണ്. നമ്മൾ എത്രയാണ് കൂട്ടുന്നത്? അപ്പൊ 4-ന്ന് 7-ക്ക് എത്തണമെങ്കിൽ 3 കൂട്ടിയില്ലേ? ആ സംഖ്യനെയാണ് ഡി എന്ന് വിളിക്കുന്നത്, പൊതു വ്യത്യാസം. ഇവിടെ നിങ്ങട്ട് ചാടി, ഇവിടെ നിങ്ങട്ട് ചാടി, വീണ്ടും ചാടി, വീണ്ടും ചാടി. അപ്പൊ എത്ര ചാട്ടം ചാടി ഒറ്റടിക്ക്? 4 ചാട്ടം ചാടിയില്ല, ഒരു ചാട്ടം 1 ഡി. അപ്പൊ 4 ചാട്ടം 4 ഡി. ആണോ അല്ലേ? എന്നാ അങ്ങനെയാണ് ഇതിന്റെ ചോദ്യം. അടുത്ത ചോദ്യത്തിൽ നിങ്ങൾ മുട്ട് പറക്കൂട്ടോ. നോക്കിക്കോ, ശ്രദ്ധിക്കണേ. ഞാൻ 5-ാമത്തെ ഡാമിലാണ് നിൽക്കണത്. ഇച്ച് ബാക്കുക പോരണ്ടേ? ഞാൻ ബാക്കുക ചാടി. എന്നാ പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എത്ര ചാട്ടം ഞാൻ ബാക്കിക്ക് ചാടേണ്ടി വരും എന്നുള്ളത്? എണ്ണിക്കുവാണെങ്കിൽ ഒരു ചാട്ടം കണ്ട് ചാടി. എത്ര ചാട്ടം ഞാൻ ചാടിയിട്ടുണ്ട്? 4 ചാട്ടം. ഓരോ ചാട്ടം 1 ഡി. പക്ഷെ മുന്നിക്കല്ലല്ലോ ചാടി, ബാക്കിക്കല്ലേ. ബാക്കിക്ക് ആയതുകൊണ്ട് -4 ഡി. ആണോ അല്ലേ? സിമ്പിൾ അല്ലേടാ? വളരെ സിമ്പിൾ അല്ലേ? ഈ ഒരു ഐഡിയ തലയിൽ ഉണ്ടായിക്കോട്ടെ കേട്ടോ. അപ്പൊ ഒരു ടേമിൽ നിന്ന് അടുത്ത ടേമിക്ക് എത്തണമെങ്കിൽ എന്ത് കൂട്ടണം? കോമൺ ഡിഫറൻസ്. ആണോ അല്ലേ? ഒരു ടേം എന്താ നോക്കിക്കോ. ഇവിടെ 5 നൊമ്പിക്കത്തെ നമ്മളൊരു 4 കൂട്ടിയില്ലേ? ആ 4-നെയാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഈ സീക്വൻസിൽ മൊത്തം 4 കൂട്ടുക. 9-ക്ക് 4 കൂട്ടി 13, 13-ക്ക് 4 കൂട്ടി 17, 17-ക്ക് 4 കൂട്ടി 21, 21-ക്ക് 4 കൂട്ടി 25. ഞാൻ തിരിച്ചു വരണമെങ്കിൽ എങ്ങനെയാകാരം വരിക? 25-ന്ന് 21-ക്ക് എത്തണമെങ്കിൽ 4 കുറക്കുക, 21-ന്ന് 17-ക്ക് എത്തണമെങ്കിൽ 4 കുറക്കുക. സിമ്പിൾ അല്ലേ? അങ്ങോട്ടാണെങ്കിൽ കൂട്ടുക, ഇങ്ങോട്ടാണെങ്കിൽ കുറക്കുക. ബേസിക് ഐഡിയ. ഇനി കോമൺ ഡിഫറൻസിന്റെ ഒരു ഇക്വേഷൻ ഒക്കെ തരാം. അതിന് മുമ്പ് ഇപ്പോ ശ്രദ്ധിച്ചു കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ട് ശ്രദ്ധിച്ചു കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. ഇപ്പോ 2 രീതിയിൽ ഞാൻ ഇതിനെ പറഞ്ഞുതരാം, അതാവുമ്പോൾ നിങ്ങൾക്ക് 2 കിട്ടിക്കോളും. ഇപ്പൊ ഞാൻ പറയാണ് 24, അടുത്തത് 48. സിമ്പിൾ ആയിട്ടുള്ള വേണോ?
ആലോചിക്കാൻ സിമ്പിൾ ആയിട്ട് തരാം. 12, അടുത്തത് 20, അടുത്തത് ഏതായിരിക്കും? എന്റെ അടുത്തത് ഏതായിരിക്കും? ആലോചിച്ചു. ബേസിക്കലി ആലോചിച്ചാ പോരെ. 12 നിരീക്കെത്താൻ 8 കൂട്ടുണ്ട്. ഈ കോമൺ ഡിഫറൻസ് കിട്ടാൻ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ. കോമൺ ഡിഫറൻസ് എങ്ങനെ കിട്ടാറ്? സാധാ സീക്വൻസിൽ അടുത്തടുത്ത ടേംസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടേം എടുക്കുക. ഇപ്പൊ സെക്കൻഡ് ടേം എടുത്ത് ഞാൻ, ഇതാണ് ഫസ്റ്റ് ടേം, ഇതാണ് സെക്കൻഡ് ടേം. സെക്കൻഡ് ടേം എടുത്തു, എന്നിട്ട് അതിന്റെ മുന്നത്തെ ടേം ഓർക്കുക. അതിന്റെ മുന്നത്തെ ടേം ഏതാ? ഫസ്റ്റ് ടേം. അഥവാ ഇപ്പൊ ഇവിടെ ഉള്ള സെക്കൻഡ് ടേം 20 ആണ്. 20 അതിന്റെ ജസ്റ്റ് മുന്നിലുള്ള ടേം ഓർക്കുക. 20 12 വർഷം എത്ര? 8 ആണോ? അല്ലെ ഇങ്ങനെ കേട്ടോ ചെയ്യാം. ഏത് ടേം ആണെങ്കിലും. ഇനിയിപ്പോ 4ാമത്തെ ടേം കിട്ടി, അപ്പൊ നിങ്ങൾക്ക് എന്താ 4ാമത്തെ ടേമിന്റെ മുന്നിലുള്ള ടേം 3ാമത്തെ ടേം കുറച്ചാൽ മതി. എന്തായിക്കോട്ടെ, പറയാൻ പറ്റുമോ? 12, 20, അടുത്തത് ഏതായിരിക്കും? അതിന്റെ അടുത്തത് ഏതായിരിക്കും? ബേസിക്കലി 12 നിരീക്കെത്താൻ 8 കൂട്ടി. 20 വീണ്ടും 8 കൂട്ടണ്ടേ? അപ്പൊ എത്ര വരും? 20 8 കൂട്ടി എത്ര വരുടാ? 28. 28. അടുത്തതോ? 28 8 കൂട്ടി എത്ര വരും? 36. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? എന്നാ അടുത്ത ചോദ്യം നെട്ടരുതേ. അടുത്ത ചോദ്യം ഒന്നുകൂടി ടഫാക്കാം. 12 ഡാഷ് 20 ഡാഷ്. ക്ലിയർ അല്ലേ? അതിന് മുമ്പ് ഞാൻ ബേസിക്കലി ഒരു കാര്യം പറഞ്ഞത്, ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ഇത് ഫോർത്ത് ടേം. ആണോ? അല്ലേ? അല്ലേ? ഇങ്ങോട്ട് പോയി കേട്ടാ. ഇനി ശ്രദ്ധിക്കണേ. പാളയ പോയി, കയ്യിൽ നിന്ന് പോയി. അയ്യോ, ഇത് ഫസ്റ്റ് ഡാം അല്ലേ? ഇത് തേർഡ് ഡാം അല്ലേ? ഫസ്റ്റ് ഡാമിന്ന് തേർഡ് ഡാമൊക്കെ എത്തണമെങ്കിൽ എത്ര ഡി കൂട്ടണം? ഫസ്റ്റ് ഡാമിൽ നിൽക്കണം ഞാൻ, തേർഡ് ഡാമിലേക്ക് എത്തണം. എത്ര ചാട്ടം ഞാൻ ചാടണം? ഒരു ചാട്ടം ഒരു ഡി. എത്ര ചാട്ടം ഞാൻ ചാടണം? ബേസിക് ഐഡിയ. 12 സെക്കൻഡ് ഡാമൊക്കെ ഒരു ചാട്ടം ചാടണ്ടേ? ഒരു ഡി. സെക്കൻഡ് ടൈമിന്ന് തേർഡ് ടൈമൊക്കെ ഒരു ചാട്ടം ചാടണ്ടേ? ആ ചാട്ടല്ലേ ഞാൻ വലിഞ്ഞൊരൊറ്റ ചാട്ടമായിട്ട് ചാടണേ. ഇപ്പൊ ഞാൻ ഒരൊറ്റ ചാട്ടത്തിൽ എത്ര ചാട്ടം ഇതാക്കണം? കടന്നോണ്ട് 2 ചാട്ടം. ആണോ? അല്ലേ? ക്ലിയർ അല്ലേ? അതേസമയം ഇവിടെ ടൈം അത്ര കൂടി പറഞ്ഞേ. ഇവിടെ 12 ഉള്ളത് നേരെ 20 ആയില്ലേ? 12 നിരീക്കെത്താൻ 8 കൂടി. അഥവാ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് 2 ചാട്ടം ചാടേണ്ട ഒറ്റ നയിക്കാണ്ട് 2 ചാട്ടം ചാടി. 2 ഡി, ഒരു ഡി, 2 ഡി. ആ 2 ഡി ചാടിയപ്പോ 12 ഉള്ളത് 20 ആയി. അഥവാ 8 കൂടി. ആണോ? അല്ലേ? സിമ്പിൾ ആയിട്ട് ആലോചിച്ചൂടെ? 2 ഡി കൂടിയപ്പോ 8 കൂടിയാണ്. 2 ഡി ആണ് 8. അപ്പൊ ഡി എത്ര കാരം? 2 ഡി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഡി ആണേ മക്കളെ. 2 അങ്ങോട്ട് പോയാൽ എന്താവും? ഗുണിക്കണം 2 അങ്ങോട്ട് പോയാൽ 8, ഹരിക്കണം 2 ആവൂലേ? കൂട്ടാനുള്ള പ്ലസ് ഉള്ളത് അങ്ങോട്ട് പോയാൽ മൈനസ് ആവും, മൈനസ് ഉള്ളത് അങ്ങോട്ട് പോയാൽ പ്ലസ് ആവും. ഇനി ഇൻഡുല്ലേ ഗുണിക്കാൻ. ഇപ്പൊ 2 ഡി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഡി അല്ലേ? ഇത് ഗുണിക്കാനുള്ള 2 അല്ലേ? അത് അങ്ങോട്ട് പോയാൽ ഹരിക്കണം 2 ആയിട്ട് മാറും. മറക്കരുത് കേട്ടാ. അപ്പൊ 8/2 എത്ര കുട്ടികളെ? 8/2 4. കോമൺ ഡിഫറൻസ് 4 ആണ് കിട്ടി. കോമൺ ഡിഫറൻസ് 4 ആണെങ്കിൽ പറഞ്ഞോളി. 12ക്ക് 4 കൂട്ടി എത്ര? 12ക്ക് 4 കൂട്ടി എത്ര? 16. 16ക്ക് 4 കൂട്ടി എത്ര? 20. 20ക്ക് 4 കൂട്ടി എത്ര? 24. സിമ്പിൾ അല്ലേ? സിമ്പിൾ ടെക്നിക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ടുള്ള അടുത്ത ചോദ്യം, ഞാൻ 12 തന്നു, ഡാഷ് തന്നു. ആൻഡ് ഇനി അടുത്ത് തരാൻ പോണത് സിമ്പിൾ സാധനം തരാം, 18 തരാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് നിങ്ങളൊന്ന് ഡീൽ ചെയ്ത് നോക്കി. അല്ലെങ്കിൽ വേണ്ട 18 അല്ല, നിങ്ങൾക്ക് 20 തന്നെ ആയിക്കോട്ടെ, കൺഫ്യൂഷൻ വേണ്ടല്ലോ. 20 തരാം. ഒരു ക്ലൂ ആണെങ്കിൽ പറഞ്ഞുതരാം. ഇത് ഫസ്റ്റത്തെ ഡാം ആണ്, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ഇത് ഫോർത്ത് ടേം, ഇത് ഫിഫ്ത്ത് ടേം. ഓക്കെ ആണല്ലോ? എന്നാ പറഞ്ഞോളൂ. ഇപ്പൊ തന്നെ പറയാം അല്ലേ? വേറെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്ന സമയത്ത് തരാം. 12ന്ന് 20 എത്താൻ എത്ര കൂട്ടണം? പറഞ്ഞോളി. 12ന്ന് 20 എത്താൻ എത്ര ഡി കൂട്ടണം? 12ന്ന് 20 എത്താൻ ഓക്കെ 8. അതൊക്കെ. 12ന്ന് 20 എത്താൻ 8 കൂട്ടണം. അതൊക്കെ. ഒന്നാമത്തെ ടേമിന്ന് 5ാമത്തെ ടേമൊക്കെ എത്തണമെങ്കിൽ ഞാൻ എത്ര ചാട്ടം ചാടണം? ഓരോ അരിത്തമാറ്റിക് സീക്വൻസിൽ അറിയാം. ഒരു ടേമിന്ന് അടുത്ത ടേമൊക്കെ എത്താൻ നമ്മൾ കൂട്ടുന്ന സംഖ്യനെ വിളിക്കുന്ന പേരാണ് ഡി. കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം. വീണ്ടും ഡി. ഇവിടെ എത്ര ചാട്ടം ചാടി? ടോട്ടൽ 4 ചാട്ടം ചാടിയില്ലേ? സോ എത്ര ഡി? 4 ഡി. അവിടെ 4 ചാട്ടം ചാടിയപ്പോഴാണ് 12 ഉള്ളത് 20 ആയത്, അഥവാ 8 കൂടിയത് അല്ലെ? 12ന്ന് 20 എത്താൻ 8 കൂടി എന്നുള്ളത് ഡൗട്ട് ഉണ്ടാർക്കല്ലോ? ഇല്ല. സോ 4 ഡി 8 ആണെങ്കിൽ പറയാൻ പറ്റുമോ ഡി എത്ര കാരം എന്നുള്ളത്? ഡി എന്ന് പറഞ്ഞാൽ 8/4 അല്ലേ വരിക? അതത്ര 2. ഇപ്പൊ 2 വെച്ച് കൂട്ടിപ്പോയാൽ മതി. 12ക്ക് 2 കൂട്ടിയാല് പറഞ്ഞോളെ. 12ക്ക് 2 കൂട്ടിയാല് 14. 14ക്ക് 2 കൂട്ടിയാല്
16. 16ക്ക് 2 കുട്ടികൾ 18, 18ക്ക് 2 കുട്ടികൾ 20. സിമ്പിൾ അല്ലേ? എങ്ങനെ ആലോചിച്ചാൽ മതി? 2 2 2 2 ടോട്ടലി 4 2 കൂടി കൂട്ടിയാണ് ഒറ്റയടിക്ക് 12 ഉള്ളത് 20 8 കൂടിയത്. ക്ലിയർ അല്ലേ? 4 2 8 അല്ലേ? ബേസിക് ഐഡിയ ആലോചിച്ച് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഇതാണ് ഫസ്റ്റത്തെ ഭാഗം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇക്വേഷൻ വെച്ചും ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഫോർ എൻ എക്സാമ്പിൾ തേർഡ് ഇതിൽ ഒരു ക്വസ്റ്റ്യൻ 1 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് നിർത്താം. 25 മിനിറ്റ് ആയില്ലേ ക്ലാസ്? ഓക്കെ. ബേസിക് ആയിട്ട് പാർട്ട് 1 ആയിട്ട് ഇതിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ഇടാന്നുള്ളതാക്കണം. അതല്ലെങ്കിൽ 30 മിനിറ്റിന്റെ ഉള്ളിൽ തീർക്കാം അല്ലെ? നോക്കിക്കോ, ഇവിടെ പറഞ്ഞ കേട്ടോ. തേർഡ് ടേം 34, സിക്സ്ത് ടേം 67. അഥവാ 6ാമത്തെ പദം അഥവാ 1ാമത്തെ പദം അറിയില്ല, 2ാമത്തെ പദം അറിയില്ല, 3ാമത്തെ പദം തന്നിക്കണം. ക്വസ്റ്റ്യൻ നോക്കണേ. തേർഡ് ടേം 3ാമത്തെ പദം തന്നിക്കണം. 3ാമത്തെ പദം എത്ര? 34. 4ാമത്തെ പദം അറിയില്ല, 5ാമത്തെ പദം അറിയില്ല, 6ാമത്തെ പദം തന്നിക്കണം 67. ആണോ അല്ലേ? ഇത് നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്തൂടെ? ഇതിലിപ്പോ ഏത് ടേമുള്ള കയ്യിൽ പറഞ്ഞോളി. 3ാമത്തെ ടേമും ഉണ്ട്, 6ാമത്തെ ടേമും ഉണ്ട്. പറഞ്ഞോളി, 3ാമത്തെ ടേമിൽ നിന്ന് 6ാമത്തെ ടേമൊക്കെ എത്തണമെങ്കിൽ എത്ര ചാട്ടം ചാടണം? എത്ര ചാട്ടം? ഒരു ചാട്ടം ഒരു അടി കേട്ടോ. ഒന്ന് നോക്കി നോക്കി. 1 2 3, അല്ലെങ്കിൽ 6ന്ന് 3 കുറച്ചാൽ പോരെ. 6ന്ന് 3 കുറച്ചാൽ 3 ചാട്ടം ചാടേണ്ടി വരും. 3 ഉള്ളത് 6 ആക്കണം. 3ക്ക് 104, 4ക്ക് 105, 5ക്ക് 106. 3 ചാട്ടം എക്സ്ട്രാ ചാടണം അല്ലേ? സോ 3 ചാട്ടം ചാടണം. ഒരു ചാട്ടം ഒരു ഡി, അങ്ങനെ 3 ഡി കൂട്ടണം. ഇവിടെ എത്ര കൂടി? 34 ഉള്ളത് 67 ആയില്ലേ? 34 ഉള്ള 67 എത്തണമെങ്കിൽ ഇവിടെ എത്ര കൂടിയിട്ടുണ്ടാവും? 34 67 33 അല്ലേ? 67 34 കുറച്ച് നോക്കിയാൽ മതി. 34 67 എത്താൻ 33 കൂടിയിട്ടുണ്ട്. അഥവാ 3 ഡി, 3 ചാട്ടം. ഒരു ചാട്ടം, 2 ചാട്ടം, 3 ചാട്ടം ചാടിയപ്പോ 33 കൂടി. അപ്പൊ ഒരു ചാട്ടം എത്ര? ഒരു ഡി എത്രയായിരിക്കും? പ്ലസ് ഒന്നും നോക്കണ്ട ആള്, അല്ല ഇക്വേഷൻ ചെയ്യുമ്പോ നോക്കണ്ട, അല്ലെങ്കിൽ നോക്കണ്ട. 3 ഡി 33. അപ്പൊ ഡി എന്താ വരിക? 33 ഗുണിക്കണം 3 അങ്ങോട്ട് തട്ടുക. അപ്പൊ ബൈ 3. 33/3 11 ആണോ അല്ലേ? 11 വെച്ചൊന്ന് കൂട്ടി നോക്കി. 34ക്ക് 11 കൂട്ടി 45, 45ക്ക് 11 കൂട്ടി 56, 56ക്ക് 11 കൂട്ടി 67. ആണോ അല്ലേ? ഇനി ഇങ്ങോട്ട് വരുമ്പോഴോ? അങ്ങോട്ട് 11 കൂട്ടി 11 11 11 കൂട്ടിപ്പോയി. ഇങ്ങോട്ട് വരുമ്പോഴോ 11 കുറക്കണ്ടേ? ഇങ്ങോട്ട് 11 കുറച്ചോളി. 34ന് 11 പോയ 23, 23 11 പോയ 12. ഇങ്ങനെയാണ് സീക്വൻസ് ചെയ്തത്. ഇനി വേറെ രീതിയും കൂടി ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണേ. ബേസിക് സാധനങ്ങളാണ്. അപ്പൊ ഇതില് വേറെ രീതിയും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ തേർഡ് ടേം നിങ്ങൾക്ക് അറിയാം. 3ാമത്തെ ടേമാണ് x3, അത് 34. 6ാമത്തെ ടേം തന്നിക്കണ്, 6ാമത്തെ പദം തന്നിക്കണ് 67. കോമൺ ഡിഫറൻസിന് അഥവാ മലയാളത്തിൽ പറഞ്ഞാൽ പൊതുവ്യത്യാസത്തിന് നമ്മൾ എന്ത് വിളിക്കുക? പൊതുവ്യത്യാസത്തിനെ നമ്മൾ എന്ത് വിളിക്കുക? ഡി എന്ന് വിളിക്കാം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ. കോമൺ ഡിഫറൻസിന്റെ ഇക്വേഷൻ പഠിച്ചോളി. കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പൊതുവ്യത്യാസം ഡി ഈസ് ഈക്വൽ ടു പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. അവിടെ നിങ്ങോട്ട് എടുക്കാൻ വയ്ക്കും നോക്കട്ടെ കേട്ടോ. ഇക്വേഷൻ ഇതാ. കോമൺ ഡിഫറൻസിന്റെ ഇക്വേഷൻ ഇതാ. ഓക്കെ, ഇതിലെങ്ങനെ കോമൺ ഡിഫറൻസിന്റെ ഇക്വേഷൻ വെച്ച് ചെയ്യാന്നുള്ളത് നോക്കിക്കോളെ. കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ്. ടേമുകൾ തമ്മിൽ കുറക്കുക, പദങ്ങൾ തമ്മിൽ കുറക്കുക. ഇതാണ് ഇവിടെയുള്ള പദങ്ങൾ, ഇതാണ് പദങ്ങൾ. 67 34. ഉള്ളിൽ ഏറ്റവും അവസാനത്തെ പദം ആദ്യത്തെ പദം കുറക്കണമല്ലേ? 3ാമത്തെ പദം ഉണ്ട്, 6ാമത്തെ പദം ഉണ്ട്. അതിൽ ഉള്ളിൽ ഏറ്റവും അവസാനത്തതാണ്. വലുത് ചെറുത് നല്ല സാധാരണ നോക്കല്. നെഗ്ഗൊക്കെ വരുന്ന സമയത്ത് പാടും. 67 നിന്ന് 34 കുറച്ച്. ഇതാണ് പദവ്യത്യാസം. ഇതാ നോക്കിക്കോ, ടി ഡി, ടേം ഡിഫറൻസ്, പദവ്യത്യാസം. ഓക്കെ ആണല്ലോ. ഇനി ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇതിന്റെ പൊസിഷൻ 67 എന്ന് പറഞ്ഞാൽ എത്രാമത്താ? 67 എന്ന് പറഞ്ഞാൽ എത്രാമത്തതാ? 6ാമത്തെ ടേമ. 34 3ാമത്തതാ. സോ 67 എത്രാമത്തെ? 6ാമത്തതാണ്. മൈനസ് 34 എത്രാമത്തെ ടേമ? 3ാമത്തതാണ്. പൊസിഷൻ ഡിഫറൻസ് അല്ലെങ്കിൽ സ്ഥാന വ്യത്യാസം. 67 34 ആയ 33, 6ന്ന് 3 ആയ 3. സോ കോമൺ ഡിഫറൻസ് എത്ര വരും? 33/3 11 ഉണ്ടോ? സിമ്പിൾ ഇക്വേഷൻ പഠിച്ചു വെച്ചോളി. കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു ടി ഡി ബൈ പി ഡി. മറക്കണ്ട. ടി ഡി എന്ന് പറഞ്ഞാൽ എന്താ? ടേം ഡിഫറൻസ്. പി ഡി എന്ന് പറഞ്ഞാൽ എന്താ? പൊസിഷൻ ഡിഫറൻസ്. പൊതുവ്യത്യാസം സമം പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം.
ഇക്വേഷൻ ചിലപ്പോഴേ സ്കൂളിൽ നിന്ന് തുടക്കത്തിലെ ചാപ്റ്ററിൽ പറഞ്ഞു തരുള്ളൂ. എന്തായാലും ഫസ്റ്റ് ഓർ സെക്കൻഡ് തേർഡ് ചാപ്റ്ററിൽ ഇതിന്റെ ബാക്കിയുള്ള ചാപ്റ്ററിലായിട്ട് എടുത്തു തരും. എന്തായാലും അത് ശ്രദ്ധിക്കുക. ആൻഡ് പാർട്ട് 2 ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതൊരു ഓറിയന്റേഷൻ ക്ലാസ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കണം.